അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ വളരെ കുറച്ച് സാധനം മതി ഇതിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിലേക്ക് അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് റവയിലേക്ക് 1 കപ്പ് മൈദ വേണം. പിന്നെ ഇതിൽ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് കുറച്ച് മധുരം മതിയാവുകൊണ്ട് 1/4 കപ്പാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര, നല്ല മധുരം വേണ്ടിയിട്ട് കൂടുതൽ ചേർക്കുക. ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂണോളം, ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടാൻ 1.5 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വന്നു. നമ്മൾ കറക്റ്റ് ദോശമാവിൻ്റെ പരുവല്ലേ, ആ പരുവായിട്ട് കിട്ടണം. ഇതേ കണ്ടില്ലേ, കറക്റ്റ് ദോശമാവിൻ്റെ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മധുരം ഏലക്കായൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിലേക്ക് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ കൂടിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ വേഗത്തിൽ കരിഞ്ഞു പോകും കേട്ടോ. നുള്ളു മതി, പിന്നെ അതിൻ്റെ ടേസ്റ്റും മാറും. പിന്നെ ഇത് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ഓരോ കയ്യിലെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഇത് നെയ്യപ്പൊക്കെ പൊരിച്ചെടുക്കും പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടത്. തീ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. എന്നാലാണ് എല്ലാ സൈഡും ഒരേപോലെ വെന്ത് വരുള്ളൂ. അത് മാത്രമല്ല, മൈദയും കൂടെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് തന്നെ ഒഴിച്ചെടുക്കാം. എനിക്ക് ഈ റെസിപ്പി കിട്ടിയിട്ടുള്ളത് ഫാത്തിമാസ് കറി വേൾഡ് എന്നാണ്. കണ്ടപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്കിത് നെയ്യപ്പത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് കൂടുതൽ എണ്ണ പിടിക്കും പോലെ തോന്നി കേട്ടോ. എന്നാലും കഴിക്കാൻ രസമുണ്ട്, എണ്ണ കൂടുതൽ പിടിക്കും പോലെ തോന്നി. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തോ കേട്ടോ. ഞാൻ കുറച്ച് മധുരമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1/4 കപ്പിന് പകരം 1/2 കപ്പ് തന്നെ മധുരം ചേർക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഞാനിത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തപ്പോൾ 17 എണ്ണം കിട്ടി കേട്ടോ. ഇത്ര മാവ് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് 17 അപ്പം കിട്ടി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.